ഹായ്, ഷിൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുറച്ച് ചീര എടുത്തിട്ടുണ്ട്. നല്ല പച്ച ചീരയാണ്, നമ്മുടെ വീട്ടിലുണ്ടായ ചീരയാണ്. അപ്പോൾ ചീര ഒന്ന് നമുക്കൊന്ന് വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞിട്ട് കൊണ്ടുവരാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. സവോള ഇങ്ങനെ അരിഞ്ഞെടുത്തോളാം കേട്ടോ, ഇത്തിരി കട്ടിയായിട്ട്. കൊച്ചുള്ളി വലുതാണെങ്കിൽ രണ്ടായിട്ട് മുറിച്ചിടാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇത് ചീരയാണ്. ഇപ്പം നമ്മുടെ ഉള്ളി സവോള ഇത്രയ്ക്കൊന്ന് മൂത്താൽ മതി, കൂടുതലൊന്നും മൂത്ത് പോകണ്ട. നമുക്കിനി ചതച്ച മുളകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചതച്ച മുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളകൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം. ഇത്ര ചീര ഉണ്ട് കേട്ടോ നമ്മൾ അരിഞ്ഞെടുത്തിട്ട്. നമുക്കിനി ചീര ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള ചീരകൾ ചേർത്ത് കൊടുക്കാം. ചീരയിൽ നമ്മൾ ചീര തോരൻ വയ്ക്കുമ്പോഴും ഇങ്ങനെ വയ്ക്കുമ്പോഴും ഒന്നും നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല. ചീരയിൽ അത്യാവശ്യം വെള്ളമുണ്ട്. ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറേ ഉപ്പ് ചേർക്കരുത് കേട്ടോ. നമ്മൾ ആവശ്യത്തിന് ലേശം, ചീരയിൽ അധികം ഉപ്പ് ചേർക്കാൻ പാടില്ല. ചീരയ്ക്ക് ഇങ്ങനെ കട്ടിയില്ലാത്തതല്ലേ, അപ്പോൾ പെട്ടെന്ന് വാടി പോകുന്നതാണ് ചീര. അപ്പം നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. നമുക്ക് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നനവുണ്ട് കേട്ടോ. നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പം നമ്മളിന്ന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് മെഴുക്ക് വരട്ടിയാണ്. ചീര കൊണ്ടുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക. ലേശം ഉപ്പ് കുറവുണ്ടെന്ന് നമുക്ക് ഇത്തിരി ചേർത്ത് കൊടുക്കാം. അപ്പം ഇങ്ങനത്തെ ഒരു മെഴുക്ക് വരട്ടി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് വെള്ളം ചേർക്കാണ്ട്, ഞാനല്ലെങ്കിലും ചീരയിൽ തോരനകത്തൊന്നും വെള്ളം ചേർക്കാറില്ല. എന്തിനും വെറുതെ വെള്ളം ഒഴിച്ച് പിന്നെ അത് വറ്റിച്ച്, അപ്പോൾ നമ്മൾ എന്ത് വെച്ചാലും അതിൻ്റെ ടേസ്റ്റൊക്കെ പോയി കിട്ടും. ഒരു വെള്ളം ചേർക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ പച്ചച്ചീര കൊണ്ടുള്ള മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ടാറ്റാ, ബൈ.